വെൽക്കം ടു ബ്ലൈൻഡ് സേപ്പിയൻസ്. ഇന്നത്തെ ക്ലാസ്സിൽ റീസെന്റ് ഡെവലപ്മെന്റ് ഇൻ ബോട്ടണി എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട കാര്യങ്ങളാണ് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത് ബയോടെക്നോളജി എന്നുള്ള ഫീൽഡാണ് ഏറ്റവും എംഫസൈസ് കൊടുത്ത് പറയേണ്ടത്. ആ ടൂൾസ് ഉപയോഗിച്ചിട്ട് ക്രോപ്പ് ഇംപ്രൂവ്മെന്റ് എങ്ങനെയാണ് കൂട്ടിയത് എന്നാണ് മെയിൻ ആയിട്ട് ഈ ഒരു റീസെന്റ് ഡെവലപ്മെന്റിൽ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിൽ ആദ്യം നിങ്ങൾ പഠിക്കേണ്ട ഒരു ടെക്നോളജിയാണ് ക്രിസ്പാർ എന്ന് പറയുന്ന ടെക്നോളജി. ഓക്കെ, ക്രിസ്പാർ എന്ന് പറയുന്ന ടെക്നോളജി നമുക്കറിയാം ഒരു റീസെന്റ് ആയിട്ട് കണ്ടുപിടിച്ച ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ജീൻ എഡിറ്റിംഗ് ടെക്നോളജി ആണ് അല്ലെ. ഇപ്പൊ ക്രിസ്പാർ എന്ന് പറയുമ്പോൾ ആ ക്രിസ്പാറിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു എൻസൈമിന്റെ പേരുണ്ട്, ക്രിസ്പാർ കാസ്9 എന്ന് പറയുന്ന എൻസൈം. അപ്പൊ ഇവയുടെ വർക്ക് എങ്ങനെയാണ്, ഒരു RNA ഉണ്ടല്ലേ, അതായത് നമ്മൾ ഒരു സ്പെസിഫിക് സ്ട്രാൻഡ് എവിടെയാണോ നമുക്ക് ജീൻ എഡിറ്റിംഗ് നടത്തേണ്ടത് ആ ഒരു സ്ട്രാൻഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ഒരു ഗൈഡ് RNA. ആ ഒരു ഗൈഡ് RNA നമ്മൾ എങ്ങനെയാണ് റിപ്രസെന്റ് ചെയ്യുന്നത്, gRNA എന്ന് പറയുന്ന ഒരു RNA ഉണ്ട്. ആ ഒരു RNA എന്ത് ചെയ്യും, ആ ഒരു DNA സ്ട്രാൻഡ് സ്പെസിഫിക് സൈറ്റ് കണ്ടുപിടിച്ച് ബോത്ത് സ്ട്രാൻഡും കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ക്രിസ്പാർ കാസ്9നെ അങ്ങോട്ടേക്ക് ഗൈഡ് ചെയ്യുന്നു, കട്ട് ചെയ്യുന്നു, എന്നിട്ട് അവിടെ റിപ്പയർ ചെയ്യുന്നു, അല്ലെങ്കിൽ പുതിയ ജീനെ ഇൻസേർട്ട് ചെയ്യുന്നു. ഈ ഒരു ക്രിസ്പാർ കാസ്9 ടെക്നോളജി യൂസ് ചെയ്തിട്ട് DNA പ്രിസൈസ് ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാക്കും. ഏതില്, പ്ലാന്റില്. എന്നിട്ട് ക്രോപ്പ് ഇംപ്രൂവ്മെന്റിന് സഹായിക്കുന്നുണ്ട്. അതിന്റെ എക്സാമ്പിൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ ഒന്നാമത്തേതാണ് സ്ട്രെസ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ക്രോപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു സ്ട്രെസ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ക്രോപ്സിൽ നമ്മളൊരു ജീൻ ആണല്ലോ എഡിറ്റ് ചെയ്യുന്നത്. ആ എഡിറ്റ് ചെയ്യുന്ന ജീനിന്റെ പേര് സ്പെസിഫിക് ആയിട്ട് പഠിച്ചു വെക്കുക. TADREB2 അല്ലെങ്കിൽ DREB2 എന്ന് പഠിച്ചു വെക്കുക. ഇപ്പൊ ഒരു DREB2 എന്ന് പറയുന്നത് ഡീഹൈഡ്രേഷൻ റെസ്പോൺസീവ് എലമെന്റ് ആണ്. ജസ്റ്റ് ആ ഒരു പേര് അവിടെ ഓർത്ത് വെക്കുക. ഓക്കെ, ഡീഹൈഡ്രേഷൻ. RE എന്ന് പറയുന്നത് റെസ്പോൺസീവ് ആണ്. ഓക്കെ, റെസ്പോൺസീവ് എലമെന്റ്. ഓക്കെ, ഡീഹൈഡ്രേഷൻ റെസ്പോൺസീവ് എലമെന്റ്. അപ്പൊ ആദ്യം പരീക്ഷിച്ചിട്ടുള്ളത് വീറ്റ് വെറൈറ്റിയിലാണ്. അപ്പൊ ഈ ഒരു ജീനിന്റെ ഇൻസേർഷൻ അല്ലെങ്കിൽ ജീൻ എഡിറ്റിംഗ് ചെയ്തതിന് ശേഷം ആ ഒരു പ്ലാന്റ് ഡ്രോട്ട് ടോളറന്റ് ആണ്. സ്കെയേഴ്സ് വാട്ടർ എൻവയൺമെന്റിലും അവ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ഓക്കെ, ഇന്ത്യയിൽ ആ ഒരു വെറൈറ്റി ആദ്യം ഉണ്ടാക്കിയിട്ടുള്ളത് റൈസ് വെറൈറ്റിയിലാണ്. അതിൽ എക്സാമ്പിൾ ആണ് സംബ മഹസൂരി MTU1010. എക്സാമ്പിൾ പഠിച്ചു വെക്കുക. ഇന്ത്യയിൽ എന്താ സ്ട്രെസ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ക്രോപ്സ് ക്രിസ്പാർ ടെക്നോളജി യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടില്ല. സോൾട്ട് ടോളറന്റ് ആയിട്ടുള്ള ഒരു ബെറ്റർ അല്ലെങ്കിൽ ഡ്രോട്ട് സ്ട്രെസ് റെസിസ്റ്റന്റ് ക്രോപ്സിൽ സോൾട്ട് ടോളറന്റ് ആയിട്ടുള്ള ഒരു ബെറ്റർ എക്സാമ്പിൾ ആണ് സാംബ മഹസൂരി ആൻഡ് MTU1010 എന്ന് പറയുന്നത്. അതിൽ അപ്രോക്സിമേറ്റ്ലി 19% ഹയർ ഈൽഡും ബെറ്റർ സോൾട്ട് റെസിസ്റ്റൻസും കാണുന്നുണ്ട്. ഓക്കെ, DREB2ന്റെ എക്സ്പാൻഷൻ പഠിച്ചു വെക്കുക. രണ്ടാമത്തെ ആ ഒരു അഡ്വാൻസ്ഡ് ക്രിസ്പാറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു അഡ്വാൻസ്മെന്റ് ആണ് ന്യൂട്രിയന്റ് എൻഹാൻസ്മെന്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കിക്കേ, ഗോൾഡൻ ലെറ്റ്യൂസ് ആണ് കേട്ടോ. ഈ ഒരു ഗോൾഡൻ ലെറ്റ്യൂസിൽ ജീൻ എഡിറ്റിംഗ് ടൂൾ വഴി, അതിന് ആ ഒരു പ്രത്യേകിച്ച് ആ ഒരു ടൂളിന് പേരുണ്ട് കേട്ടോ, ബേസ് അല്ലെങ്കിൽ പ്രൈം എഡിറ്റിംഗ് എന്ന് പറയുന്ന ടൂളാണ്. ആ ഒരു ടൂൾ വഴി ഏകദേശം ബീറ്റാ കരോട്ടീൻ 30 മടങ്ങ് അല്ലെങ്കിൽ 30 മടങ്ങിലധികം ബീറ്റാ കരോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഗോൾഡൻ ലെറ്റ്യൂസ് ക്രിസ്പാർ അല്ലെങ്കിൽ ജീൻ എഡിറ്റിംഗ് ടൂൾ വഴി ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. ദ നെക്സ്റ്റ് എക്സാമ്പിൾ ആണ് ന്യൂ ക്രോപ്പ് ഡെവലപ്മെന്റ്, അതായത് വൈൽഡ് പ്ലാന്റിൽ നിന്ന്. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് പെന്നിക്രസ് എന്ന് പറയുന്നത്. ആ പെന്നിക്രസ് പോലെയുള്ള വെറൈറ്റീസ് എഡിറ്റ് ചെയ്തിട്ട് കോൾഡ് ടോളറന്റ് ആയിട്ടുള്ള ഓയിൽ സീഡ് ആയിട്ടുള്ള ക്രോപ്സ് ആക്കിയിട്ട് അവയെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് മെയിൻ ആയിട്ട് ജീൻ എഡിറ്റിംഗ് അല്ലെങ്കിൽ ക്രിസ്പാറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട ക്രോപ്സ്. ഇനി അടുത്തത് നമുക്ക് പറയാനുള്ളത് AI ഡ്രിവൺ ട്രേറ്റ് ഡിസ്കവറി ആണ്. രണ്ടാമത്തെ കാറ്റഗറി ആയിട്ട് പറയാനുള്ളത്. അതിൽ ഒന്നാമത്തത് AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് ക്രോപ്പ് ഇംപ്രൂവ്മെന്റിൽ അതായത് യൂസ്ഫുൾ ജീൻസിനെ ഫൈൻഡ് ചെയ്യാൻ, പെട്ടെന്ന് ഫൈൻഡ് ചെയ്യാൻ. നമ്മൾ ഈ ഒരു യൂസ്ഫുൾ ജീൻസിലെ ജീൻ എഡിറ്റിംഗ് നടത്തണമെങ്കിൽ ഡിസൈഡ് ആയിട്ടുള്ള ഒരു ജീൻ നമുക്ക് ആവശ്യമാണ്. ആ ഒരു ജീനെ ക്വിക്കലി ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ടെക്നിക്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ആക്സലറേറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ ഒന്നാമത്തതാണ് പ്രെഡിക്റ്റീവ് ബയോമാർക്കർ എന്ന് പറയുന്നത്. ഈ ഒരു പ്രെഡിക്റ്റീവ് ബയോമാർക്കർ എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു ബയോമാർക്കേഴ്സ് യൂസ് ചെയ്തിട്ട്, അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യൂസ് ചെയ്തിട്ട് ഒരു
predictive biomarkers കൊണ്ട് ലാർജ് ജീനോമിക് ഡാറ്റാബേസസ് അനലൈസ് ചെയ്യാൻ, പെട്ടെന്ന് ലാർജ് ജീനോമിക് ഡാറ്റാബേസസ് അനലൈസ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ ഡിസീസ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ജീൻ ഏതാണ്, ഒരു സ്പെസിഫിക് പൊസിഷനിൽ ഏത് ലൊക്കേഷനിലാണ്, അല്ലെങ്കിൽ ഫ്ലവറിംഗ് ടൈമിനെ എന്താ എക്സ്പ്രസ് ചെയ്യിക്കുന്ന അല്ലെങ്കിൽ റെപ്രസെന്റ് ചെയ്യിക്കുന്ന ജീൻസ് ഏതാണ് എന്നൊക്കെ പെട്ടെന്ന് 10x ഫാസ്റ്റർ ആയിട്ട് ട്രഡീഷണൽ മെത്തേഡിനേക്കാളും ഫാസ്റ്റർ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ ഈ ഒരു പ്രിഡിക്റ്റീവ് ബയോമാർക്കേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിൽ ഒരു എക്സാമ്പിൾ ആണ് AI മോഡൽ ഹെൽപ്ഡ് വീറ്റ് ജീൻസ്, പിൻ പോയിന്റ് വീറ്റ് ജീൻസ്, ഓക്കെ, പിൻ പോയിന്റ് വീറ്റ് ജീൻസ് ലിങ്ക്ഡ് ടു റെസ്റ്റ് റെസിസ്റ്റന്റും ആയിട്ടുള്ള വീറ്റിലുള്ള ചില ജീൻസിനെ പെട്ടെന്ന് AI മോഡൽസ് യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടുണ്ട്. രണ്ടാമത്തേതാണ് AI ഡിസൈൻഡ് ക്രോപ്പ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. അതായത് ചില കമ്പനീസ് AI യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ടാർഗറ്റഡ് ആയിട്ടുള്ള പെസ്റ്റിസൈഡ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതിനൊരു എക്സാമ്പിൾ ആണ് സെല്ലുലോസ് ബേസ്ഡ് ബയോ പെസ്റ്റിസൈഡ്സ്. ഓക്കെ, ഈ ഒരു സെല്ലുലോസ് ബേസ്ഡ് ബയോ പെസ്റ്റിസൈഡ്സ് എന്ന് പറയുന്നത് വർക്ക് ചെയ്യുന്നത് പ്ലാന്റിന്റെ നാച്ചുറൽ ആയിട്ടുള്ള ഇമ്മ്യൂൺ റെസ്പോൺസ്, പാത്തജനെതിരെ നാച്ചുറൽ ആയിട്ടുള്ള ഇമ്മ്യൂൺ റെസ്പോൺസിനെ ആക്ടിവേറ്റ് ചെയ്യിക്കലാണ്. ഓക്കെ, ഇതാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡ്രിവൺ ആയിട്ടുള്ള ഡിസ്കവറീസ്. നെക്സ്റ്റ് കാറ്റഗറി ഹൈബ്രിഡ് ആൻഡ് നോവൽ പ്ലാന്റ് പ്രൊഡക്ട്സ്. ഈ ഒരു ഹൈബ്രിഡ് ആൻഡ് നോവൽ പ്ലാന്റ് പ്രൊഡക്റ്റ് പറയുമ്പോൾ നിങ്ങൾ ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസ് പഠിച്ചിട്ടില്ലേ? അതിൽ ഫ്ലേവർ സേവർ ടൊമാറ്റോ, BT കോട്ടൺ, ആ ഒരു പോർഷൻ നമ്മൾ ബയോടെക്നോളജിയിലും ഇൻക്ലൂഡ് ചെയ്ത് പഠിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഒരു പോർഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള പോർഷനും കൂടി ഈ ഒരു സിലബസിൽ, ഈ ഒരു മൊഡ്യൂളിൽ ഇൻക്ലൂഡ് ചെയ്യണം. അല്ലാത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾക്കാരെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതിൽ ഒന്നാമത്തേതാണ് ഹൈബ്രിഡ് ഫുഡ് എന്ന് പറയുന്നത്. ഹൈബ്രിഡ് ഫുഡിന് ഒരു എക്സാമ്പിൾ ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ, മീറ്റ് റൈസ് എന്ന് പറയുന്നത്. മീറ്റ് റൈസ് അവർ ഉണ്ടാക്കിയിട്ടുള്ളത്, അതായത് റൈസ് ഗ്രെയിൻ ഉണ്ടല്ലോ, ആ ഒരു റൈസ് ഗ്രെയിനിന്റെ ഇൻസൈഡിൽ ആനിമൽ സെൽസിനെ ഗ്രോ ചെയ്യിക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? പ്രോട്ടീനിന്റെയും ഫാറ്റിന്റെയും അളവ് കൂട്ടാൻ വേണ്ടിയിട്ട്. അതിനെയാണ് മീറ്റ് റൈസ് എന്ന് പറയുന്നത്. ഓക്കെ, റൈസ് ഗ്രെയിനിൽ ആനിമൽ സെൽസിനെ ഗ്രോ ചെയ്യിച്ചിട്ട് ഏകദേശം 8% മുതൽ പ്രോട്ടീനും 7%നേക്കാളും കൂടുതൽ ഫാറ്റും ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഹൈബ്രിഡ് ഫുഡാണ് മീറ്റ് റൈസ് എന്ന് പറയുന്നത്. രണ്ടാമത്തേതാണ് ഗ്ലോയിങ് പ്ലാന്റ് എന്ന് പറയുന്നത്. ഗ്ലോയിങ് പ്ലാന്റ് എന്ന് പറയുന്നത് ഒരു ജനറ്റിക്കലി എഞ്ചിനീയർഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. ആ ഒരു പ്ലാന്റിന്റെ പേര് പഠിച്ചു വെക്കുക, ഫയർഫ്ലൈ പെറ്റൂണിയാസ് എന്നാണ്. അപ്പൊ ഫയർഫ്ലൈ പെറ്റൂണിയാസിൽ ജനറ്റിക് എഞ്ചിനീയറിംഗ് നടത്തിയത് വഴി ഒരു ഹൈബ്രിഡ് ക്യാരക്ടർ ആയിട്ടുള്ള നാച്ചുറൽ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എന്താ ഒരു പ്രോപ്പർട്ടി അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ബയോടെക്നോളജിയിൽ പല സ്ഥലങ്ങളിലും ഈ ഒരു എന്താ പ്ലാന്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഹൈബ്രിഡ് ആൻഡ് നോവൽ പ്ലാന്റ് പ്രൊഡക്ഷനിൽ പറയാനുള്ളത്. നെക്സ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, റീസെന്റ് എത്തനോഗ്രാഫിക് ആൻഡ് ഡിസ്കവറി. റീസെന്റ് എത്തനോഗ്രാഫിക് ആൻഡ് ഡിസ്കവറി ആണ്, ഈ ഷോർട്ട് കട്ട് ഇല്ല. ഓക്കെ, ഈ ഒരു ഷോർട്ട് കട്ട് ഇല്ല. അപ്പൊ റീസെന്റ് എത്തനോഗ്രാഫിക് ആൻഡ് ഡിസ്കവറി എന്ന് പറയുമ്പോൾ അതിൽ മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് മെഡിസിനിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, നമ്മൾ എത്തനോഗ്രഫി എന്ന് പറയുന്നത് കൾച്ചറും മെഡിസിനും അല്ലെ, അതായത് ട്രൈബൽ ഗ്രൂപ്പ്സിനുമായിട്ട് എന്താ ഇന്റർവ്യൂസ് ഒക്കെ നടത്തിയിട്ട് ആ ഒരു ട്രൈബൽ മെഡിസിൻസ് കണ്ടുപിടിച്ചിട്ട് അതിൽ നമ്മൾ എന്താ പുതിയ ഡിസ്കവറീസ് കൊണ്ടുവരുന്നതിനെയാണ് ഈ ഒരു എത്തനോഗ്രഫി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഒരു എത്തനോഗ്രഫി യൂസ് ചെയ്തിട്ട് പല ആന്റി മൈക്രോബിയൽ അല്ലെങ്കിൽ ഡ്രഗ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ക്രോപ്സ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, ആന്റി മൈക്രോബിയൽ ഡ്രഗ് റെസിസ്റ്റൻസ്, അതായത് നമ്മൾ എന്താ ഒരു ഡ്രഗ് മൾട്ടി ഡ്രഗ് റെസിസ്റ്റന്റ് എന്നുള്ള ഒരു പ്രോസസ്സ് നിങ്ങൾ ഈ ഒരു കാറ്റഗറി പഠിക്കുമ്പോൾ പഠിക്കണം. ഓക്കെ, മൾട്ടി ഡ്രഗ് റെസിസ്റ്റന്റ്, അതായത് നമ്മളൊരു റെസിസ്റ്റന്റ് ഡ്രഗ് കൊടുക്കുമ്പോൾ പാത്തോജൻസിൽ എന്ത് ഡെവലപ്പ് ചെയ്യാണ്? ആ ഒരു ഡ്രഗിനെതിരെ റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്യുന്നത് ഈ ഒരു ഏരിയയിൽ വല്ലാത്ത എന്താ ഒരു ഭീഷണിയായിട്ടാണ് വന്നിട്ടുള്ളത് അല്ലെ. അപ്പോൾ ഒരു മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻസ് എന്നുള്ള ഈ ഒരു മെത്തേഡിനെ അല്ലെങ്കിൽ ഈ ഒരു പ്രോപ്പർട്ടിനെ ഇല്ലാതാക്കാൻ നമ്മൾ കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്തിട്ടുള്ള, കൂടുതലായിട്ടും ട്രഡീഷണൽ മെഡിസിൻസിൽ എന്താ ഫോക്കസ് ചെയ്തിട്ട് എന്താ ചില മെഡിസിൻസ് ഉണ്ടാക്കണം. ഈ ഒരു മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻസിനെതിരെ ആന്റി മൈക്രോബിയൽ ആയിട്ട്, അതായത് അത്രയും എഫക്റ്റീവ് ആയിട്ടുള്ള ആന്റി മൈക്രോബിയൽസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അവ പ്രൊഡ്യൂസ് ചെയ്ത പ്ലാന്റും ആ പ്ലാന്റിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുത്തതിന്റെ എക്സാമ്പിൾ ആണ് ഈ ഒരു ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതിൽ ഒന്നാമത്തത് കെപ്പാരിസ് ഡെസിഡ്യൂവ എന്ന് പറയുന്ന പ്ലാന്റ് ആണ്. ഖയർ എന്നാണ് കോമൺ നെയിം ആയിട്ട് പറയുന്നത്.
ഈ ഒരു കെപ്പാരിസ് ഡെസിഡുവ എന്ന് പറയുന്ന പ്ലാന്റിൽ ട്രഡീഷണൽ ആയിട്ട് രാജസ്ഥാനും പാകിസ്ഥാനിലും ഒക്കെ ഡൈജസ്റ്റീവ് റിലീഫിനും ജോയിന്റ് പെയിനിനും ആയിട്ട് യൂസ് ചെയ്തിരുന്നത്. പക്ഷെങ്കിൽ ഈ 2025 ഈ ഒരു പ്ലാന്റിൽ നിന്ന് പുതിയ രീതിയിൽ, അതായത് ഇവ എന്ത് ചെയ്യും, കൊളസ്ട്രോൾ 30% റെഡ്യൂസ് ചെയ്യാൻ ഈ ഒരു പ്ലാന്റിലുള്ള ചില ക്വാട്ടേണറി അമോണിയം അല്ലെങ്കിൽ ഗ്ലൂക്കോസിനോലേറ്റ് എന്ന് പറയുന്ന ചില എലമെന്റ്സ് ഉണ്ട്. ഓക്കെ, ആ ഒരു പേരും കൂടി ജസ്റ്റ് പഠിച്ചു വെക്കുക. ക്വാട്ടേണറി അമോണിയം ആൻഡ് ഗ്ലൂക്കോസിനോലേറ്റ്. അപ്പൊ ഇവയുടെ സീഡ് എക്സ്ട്രാക്റ്റിൽ നിന്നാണ് ഇത് എടുക്കുന്നത്. സീഡ് എക്സ്ട്രാക്റ്റിൽ നിന്ന് എടുക്കുന്നത് മെയിൻ ആയിട്ട് 30% കൊളസ്ട്രോൾ കുറക്കാനും ബോൺ മാരോ കീമോതെറാപ്പി ചെയ്യുന്ന സമയത്ത് ബോൺ മാരോ പ്രൊട്ടക്ട് ചെയ്യാനും യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ അവ ഒരു സൂപ്പർ മിനറൽ സോഴ്സ് ആയിട്ടാണ് എന്താ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അവയിൽ ഹൈ അയേണും സിങ്കും ഉണ്ട് എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ആണ് ബിയർബെറി. ബിയർബെറി എന്ന് പറയുന്നത് എന്താ ഒരു ക്രാൻബെറി ജ്യൂസ് ആണ്. ക്രാൻബെറി ജ്യൂസ് ആണ് ഇവയിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുന്നത്. അവയുടെ സയന്റിഫിക് നെയിം ആണ് ആർട്ടോസ്റ്റെഫൈലോസ് ഉർവ ഉർസി എന്ന് പറയുന്നത്. അപ്പൊ മെയിൻ ആയിട്ട് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രഡീഷണൽ ആയിട്ട് യൂസ് ചെയ്തിരുന്നത്. ദെൻ കിന്നിക്കിനിക് സ്മോക്കി എന്ന് പറയുന്നത് ഈ ഒരു ബിയർബെറി പ്ലാന്റ് മാത്രമല്ല, ബാക്കിയുള്ള മറ്റു പ്ലാന്റ്സും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇൻഡിജിനസ് ആയിട്ടുള്ള ഒരു സ്മോക്കിംഗ് സബ്സ്റ്റൻസ് ആണ് കേട്ടോ. പക്ഷേ പുതിയ 2024-25 പുതിയ ഡിസ്കവറി കണ്ടുപിടിച്ചിട്ടുള്ളത് ഹാബിറ്റാറ്റ് സ്പെസിഫിക് ആയിട്ടുള്ള പൊട്ടൻസി ഈ ഒരു ബിയർബെറി പ്ലാന്റിനുണ്ട്. അതായത് പൈൻ ഫോറസ്റ്റില് ഇത്തരം പ്ലാന്റ്സ് ഉണ്ടാവല്ലോ. പ്ലാന്റ്സ് ഇൻ ദ പൈൻ ഫോറസ്റ്റ് പ്രൊഡ്യൂസ് സിഗ്നിഫിക്കന്റ്ലി ഹയർ ആന്റി ഓക്സിഡന്റ് ദാൻ ദോസ് ഇൻ ദ ഓപ്പൺ ഹെഡ്സ്. അതായത് ഇത്തരം പൈൻ ഫോറസ്റ്റില് ഇത്തരം പ്ലാന്റ്സിന് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടി കാണിക്കുന്നുണ്ട് എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ദെൻ അവ കെമിക്കൽ ആയിട്ടുള്ള സ്കിൻ ലൈറ്റനിങ് ക്രീംസിന് റീപ്ലേസ്മെന്റ് ആയിട്ട് ഇവയുടെ ജ്യൂസ് യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ആണ് ക്രോട്ടൺ ലക്ലേരി എന്ന് പറയുന്നത് ഡ്രാഗൺ ബ്ലഡ് എന്നാണ് കോമൺ നെയിം. ഇപ്പൊ ട്രഡീഷണൽ ആയിട്ട് ആമസോണിയയിൽ ഒരു ലിക്വിഡ് ബാൻഡേജ് വൂണ്ട് ഹീലിങ്ങിനൊക്കെയാണ് ഇപ്പൊ യൂസ് ചെയ്യുന്നത്. അപ്പം ട്രഡീഷണൽ ആയിട്ടാണ്. പക്ഷെ പുതിയ ഡിസ്കവറി എന്ന് പറയുന്നത് ഇവയിലുള്ള ചില ഈ ഡോസസ് യൂസ് ചെയ്തിട്ട് ഒരു ആന്റി വൈറൽ ഡ്രഗ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ക്രോട്ടൺ ലക്ലേരി ആന്റി വൈറൽ ഡ്രഗ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ മെയിൻ ആയിട്ട് ഇവ കൊളാജൻ സിന്തസിസ് ഹീൽസ്, അതായത് സ്കിൻ വൂണ്ട് ഒക്കെ വന്നാൽ ഹെവി സ്കെയറിങ് ഒരു സ്കാർസ് ഒക്കെ വന്നാൽ എന്താ സ്കിന്നിന് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കൊളാജൻ സിന്തസിസിനെ ട്രിഗർ ചെയ്യുന്നുണ്ട് ഈ ഒരു ക്രോട്ടൺ ലക്ലേരിയിലുള്ള ചില ഒരു പ്രോ ആന്തോസയാനിൻ ഒളിഗർ ഒക്കെയാണ് ഈ ഒരു ഒളിഗോമർ ഒക്കെയാണ് ഈ ഒരു ക്രോട്ടൺ ലക്ലേരിയിൽ കാണുന്നത് കേട്ടോ. പ്രോ ആന്തോസയാനിൻ ഒളിഗോമർ. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ആന്റി വൈറൽ പ്രോപ്പർട്ടി ഉണ്ട് എന്ന് പഠിക്കാം. നെക്സ്റ്റ് ആണ് ക്രമേറിയ ലെപ്പാസിയ എന്ന് പറയുന്നത് റെറ്റാനി എന്നാണ് കോമൺ നെയിം. അവ മെയിൻ ആയിട്ട് ഇവയുടെ ആ ഒരു റൂട്ട് എന്ന് പറയുന്നത് ഗം ഹെൽത്തിനും ബ്ലീഡിംഗ് ഒക്കെ കുറക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പുതിയ കണ്ടുപിടുത്തം എന്താണെന്ന് വെച്ചാൽ ഒരു UV അബ്സോർബർ, പ്രൊട്ടന്റ് ആയിട്ടുള്ള UV അബ്സോർബർ ആണ്. അതുകൊണ്ട് തന്നെ ബയോ സൺസ്ക്രീനിലൊക്കെ ആ ഒരു നിയോലിഗ്നാൻ കണ്ടന്റ് ഉള്ളത് കൊണ്ട് ബയോ സൺസ്ക്രീനിൽ UV അബ്സോർബർ ആയിട്ട് ഇവ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് പറയാനുള്ളത് അഡാപ്റ്റ് ആ ഒരു സ്ട്രെസ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് തന്നെ ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പെക്യുലാരിറ്റീസ് ആണ്. എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ക്ലൈമറ്റ് റെസിലിയന്റ് ആയിട്ടുള്ള ചില ക്രോപ്സ് ഉണ്ട്. അപ്പൊ അതിൽ ഒന്നാമത്തെ എക്സാമ്പിൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളതാണ് മാജിക് പ്ലാന്റ് എന്ന് പറയുന്നത്. അറാബിഡോപ്സിസ് താലിയാനയാണ്. ഓക്കെ, അറാബിഡോപ്സിസ് താലിയാന എന്ന് എഴുതാം. അറോബിഡോപ്സിസ് താലിയാനയാണ് ഈ ഒരു മാജിക് പ്ലാന്റിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു മാജിക് പ്ലാന്റ് എന്ന് പറയുമ്പോൾ ഹൈ കാർബൺ ഡൈ ഓക്സൈഡ് ക്യാപ്ചറിങ് ക്രോപ്സ് ആണ്. അക്കാഡമിയ സിനിക്ക എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയിലുള്ള സയന്റിസ്റ്റുമാരാണ് ഈ ഒരു മാജിക് പ്ലാന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അവയിൽ ഏകദേശം 50% അല്ലെങ്കിൽ അതിൽ കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാപ്പബിൾ ആണ് എന്നാണ് മാജിക് പ്ലാന്റിന്റെ പ്രത്യേകത. ഓക്കെ, രണ്ടാമത്തേതാണ് മൈക്രോബിയൽ ഫെർട്ടിലൈസർ എന്ന് പറയുന്നത്. മൈക്രോബിയൽ ഫെർട്ടിലൈസർ എന്ന് പറയുമ്പോൾ beneficial microbes can boost yield up to 30% yield കൂട്ടാൻ വേണ്ടിയിട്ട് പറ്റും. ബെനിഫിഷ്യൽ ആയിട്ടുള്ള മൈക്രോബിയൽ ആയിട്ടുള്ള ഫെർട്ടിലൈസർ അല്ലേ, വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്, നമുക്കറിയാം. നെക്സ്റ്റ് ആണ് സ്പേസ് ഫാമിംഗ് എന്ന് പറയുന്നത്. ഓക്സിയോം
4 എന്ന് പറയുന്ന ഒരു മിഷൻ ഉണ്ട്. ഓക്കെ, സ്പേസ് ഫാമിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഓക്സിയോം ഓക്സിയോം 4 എന്ന് പറയുന്ന മിഷൻ. അപ്പൊ ഈ ഒരു ഓക്സിയോം 4 എന്ന് പറയുന്ന മിഷൻ ആ ഒരു മിഷനിലൂടെ കണ്ടുപിടിച്ചിട്ടുള്ളത് ചില മൈക്രോ ആൽഗേസ് മൈക്രോ ഗ്രാവിറ്റിയിൽ 2x ഫാസ്റ്റർ ആയിട്ട് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, 2x ഫാസ്റ്റർ ആയിട്ട് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അവ മെയിൻ ആയിട്ട് യൂസ്ഫുൾ ഫോർ ഫ്യൂച്ചർ സ്പേസ് ലൈഫ് സപ്പോർട്ട്. ഓക്കെ, സ്പേസ് ഫാമിംഗ് ആണ്. സ്പേസിൽ ആ ഒരു ലൈഫ് സപ്പോർട്ടിന് വേണ്ടിയിട്ട്, അതായത് മൈക്രോ ഗ്രാവിറ്റിയിൽ 2x ആയിട്ട് ഫാസ്റ്റർ ആയിട്ട് ഗ്രോ ചെയ്യാൻ സാധിക്കും എന്നുള്ള ആ ഒരു പെക്യുലാരിറ്റി ബേസ് ചെയ്തിട്ട് ഫ്യൂച്ചർ സ്പേസ് ലൈഫ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഓക്സിയോം 4 മിഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ആണ് നമ്മൾ നേരത്തെ പഠിച്ചത്, അത് തന്നെയാണ്, കുറച്ചും കൂടി കൂട്ടി പഠിക്കുന്നതേ ഉള്ളൂ. DREB ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ, ദ മാസ്റ്റർ സ്വിച്ച് ഓഫ് സ്ട്രെസ് ടോളറൻസ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലേ. അപ്പൊ DREB എന്ന് പറയുന്നതിന്റെ ഫുൾ ഫോം എന്തായിരുന്നു? ഡീഹൈഡ്രേഷൻ റെസ്പോൺസീവ് എലമെന്ററി ബൈൻഡിങ് ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ് ആണ്. മെയിൻ ആയിട്ട് പ്ലാന്റ് ഡിഫൻസ്, എൻവയോൺമെന്റൽ സ്ട്രെസ്സിനെതിരെ പ്ലാന്റ് ഡിഫൻസ് ഉണ്ടാക്കാനാണ്. അതിന്റെ കുറച്ച് ടൈപ്സ് ഉണ്ട്. അതിൽ ഒന്നാമത്തേതാണ് DREB1/CBF എന്ന് പറയുന്നത്. മെയിൻ ആയിട്ട് കോൾഡ് ടോളറൻസിനും വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ആക്ടിവിറ്റി പ്രൊട്ടക്റ്റീവ് കോൾഡ് ടോളറൻസ് ആയിട്ടുള്ള ചില ജീൻസിനെ ആക്ടിവേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത്. നെക്സ്റ്റ് ആണ് DREB2 എന്ന് പറയുന്നത്. മെയിൻ ആയിട്ട് സലൈനിറ്റി സ്ട്രെസ്സും ഹീറ്റ് സ്ട്രെസ്സും ഡ്രോട്ട് സ്ട്രെസ്സും ഒക്കെ ടോളറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പൊതുവായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡീസന്റ് ആയിട്ട് ഡിസ്കവറീസ് ഒന്നും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് DREB2A ആക്ടിവേഷൻ ആണ്. അതായത് DREB2A ആക്ടിവേഷൻ എന്ന് പറയുമ്പോൾ ഹീറ്റ് അല്ലെങ്കിൽ 2 എന്ന് പറയുമ്പോൾ ഹീറ്റ് അല്ലെങ്കിൽ ഡ്രോട്ട് ടോളറൻസിന് റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാന്റിനെ ഹെൽപ്പ് ചെയ്യും. അതേപോലെ DREB4 എന്ന് പറയുന്ന ചില ജീൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ട് ഗ്രോത്തിന് വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഡ്രോട്ട് റെസിസ്റ്റന്റിന് വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു DREB2 എന്ന് പറയുന്ന അല്ലെങ്കിൽ DREB ജീൻസ് ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സിന്റെ എക്സ്പെരിമെന്റ് നടത്തിയിട്ടുള്ളത് ഒരു ബനാന റിസർച്ചിലാണ്. ഓക്കെ, ബനാന റിസർച്ചിലാണ് എക്സ്പെരിമെന്റ് നടത്തിയിട്ടുള്ളത്. അവയിലെ ചില ജീൻസ് ഉണ്ട്, MADREB14/22/51 എന്ന് പറയുന്ന ഒരു ജീന് മെയിൻ ആയിട്ട് ചില പ്രൊട്ടക്റ്റീവ് കോമ്പൗണ്ട്സ് പ്രൊലൈനും ഷുഗേഴ്സും ഒക്കെ ബനാനയിൽ കൂട്ടാൻ സഹായിക്കുന്നുണ്ട് എന്നും അതോടൊപ്പം ഡ്രോട്ട് സർവൈവലിനും സഹായിക്കുന്നുണ്ട് എന്നും കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ഹീറ്റ് ഷോക്ക് പ്രോട്ടീൻസ്. ഹീറ്റ് ഷോക്ക് പ്രോട്ടീൻസ് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാനുണ്ട്, അല്ലെങ്കിൽ ഷാപ്രോൺസ് എന്നും അവയെ വിളിക്കാറുണ്ട്. അപ്പൊ ഈ ഒരു ഹീറ്റ് ഷോക്ക് പ്രോട്ടീൻ എന്ന് പറയുന്നത് സ്ട്രെസ് ടോളറൻസും ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് അല്ലേ. ഹീറ്റ് അല്ലെങ്കിൽ സ്ട്രെസ് ഡാമേജ് ഒക്കെ വരുമ്പോൾ ആ ഒരു പ്ലാന്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി, പ്ലാന്റ് സെൽസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഹീറ്റ് ഷോക്ക് പ്രോട്ടീൻസ്. അപ്പൊ ഈ ഹീറ്റ് ഷോക്ക് പ്രോട്ടീൻസിന്റെ എക്സാമ്പിൾ നോക്കിയേ, HSP70 ആൻഡ് HSP90 എന്ന് പറയുന്നത് പ്രോട്ടീൻസ് ഡാമേജ്ഡ് ആയി, ആ ഒരു പ്രോട്ടീൻസ് ഡാമേജ്ഡ് ആയിട്ടുള്ള പ്രോട്ടീൻസിനെ റീഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടും പുതിയ പ്രോട്ടീൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. HSP100 ആണെങ്കിലോ, അതായത് ബ്രേക്സ് അപ്പാർട്ട് ഹാർംഫുൾ ആയിട്ടുള്ള പ്രോട്ടീൻസിനെ ബ്രേക്ക് ചെയ്യും. ഓക്കെ, സ്ട്രെസ് വന്നു കഴിഞ്ഞതിന് ശേഷം ചില ക്ലംസ് ആയിട്ട് പ്രോട്ടീൻസിനെ ബ്രേക്ക് ചെയ്യുന്നു. ദെൻ സ്മോൾ ഹീറ്റ് ഷോക്ക് പ്രോട്ടീൻസ് ഉണ്ട്. അവ ഫോട്ടോസിന്തസിസ് മെഷീനറി, ഫോട്ടോസിസ്റ്റം 2 പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് കേട്ടോ. ദെൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട പുതിയ ഡിസ്കവറി എന്ന് പറയുമ്പോൾ റൈസിലാണ് ഒരു ഡിസ്കവറി നടത്തിയിട്ടുള്ളത്. റൈസിൽ ചില ജീൻസ് ഉണ്ട്, OS ഹീറ്റ് ഷോക്ക് പ്രോട്ടീൻ 23.6, OS ഹീറ്റ് ഷോക്ക് പ്രോട്ടീൻ 16.0 എന്നൊക്കെ പറയുന്നത് ഹീറ്റ് റെസ്പോൺസീവ് ആണ്. അതുകൂടാതെ ബ്രീഡ് ഹീറ്റ് ടോളറന്റ് ആയിട്ടുള്ള ക്രോപ്സിന്റെ പ്ലാന്റ് ബ്രീഡിങ്ങിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആക്ച്വലി ഹീറ്റ് ഷോക്ക് പ്രോട്ടീൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു സെല്ലുലാർ റിപ്പയർ മെക്കാനിസം ആണ് ഹീറ്റ് സ്ട്രെസ്സിന്റെ സമയത്ത്, വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ. നെക്സ്റ്റ് പഠിക്കുന്നതാണ് നമ്മൾ ഈ ഒരു DREB പഠിച്ചു, ഹീറ്റ് ഷോക്ക് പ്രോട്ടീനും പഠിച്ചു. ആ രണ്ടെണ്ണത്തിനെയും ഒരുമിച്ച് കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ആക്ഷൻ ആണ്, അതിനെയാണ് ക്രോസ് ടോക്ക്. അത് രണ്ടും കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ആക്ഷൻ എന്ന് പറയുമ്പോൾ രണ്ടും ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ഒരു പ്രോസസ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. DREB2A എന്ന് പറയുന്നത് ബോത്ത് ഡ്രോട്ട് റെസ്പോൺസ് ജീനിനെയും HSP ജീനിനെയും ആക്ടിവേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ DREB2 എന്ന് പറയുന്നത് ടോളറൻസിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതേപോലെ ഹീറ്റ് ഷോക്ക് പ്രോട്ടീൻ എന്ന് പറയുന്നത് പ്രോട്ടീൻസിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. അപ്പൊ DREB2 ആക്ടിവേറ്റ് ചെയ്യുന്നത് ഡ്രോട്ട് റെസ്പോൺസും വരുന്നു, HSPയുടെ ആക്ഷനും വരുന്നു. ഓക്കെ, മൾട്ടി സ്ട്രെസ് ടോളറൻസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേം ആണ്. മൾട്ടി സ്ട്രെസ്
ടോളറൻസിന് അവിടെ ഈ ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള ആക്ഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കൂടാതെ സെൽഫ് റെഗുലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്, അതായത് ഹീറ്റ് ഷോക്ക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഹീറ്റ് ഷോക്ക് പ്രോട്ടീൻസിനെയും ഹീറ്റ് ഷോക്ക് പ്രോട്ടീൻസ് ആക്ടിവേറ്റ് ചെയ്യിക്കും. അപ്പോൾ ലേറ്റർ ആവശ്യമില്ലാത്ത സമയത്ത് അൺനെസസറി എനർജി യൂസ് ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവ ഓട്ടോ റെഗുലേഷൻ ആണ്, സെൽഫായിട്ട് സ്വിച്ച് ഓഫ് ചെയ്യുകയും ചെയ്യുന്നു എന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, then next last കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റു ചില ട്രാൻസ്ക്രിപ്റ്റോമിക്സിലൊക്കെ യൂസ് ചെയ്യുന്ന ചില ടെക്നിക്സ് ആണ്. അപ്പൊ ട്രാൻസ്ക്രിപ്റ്റോമിക്സിൽ മെയിൻലി യൂസ് ചെയ്തിട്ടുള്ളത് ഒരു സിംഗിൾ സെൽ ട്രാൻസ്ക്രിപ്റ്റോമിക്സ് എന്നുള്ള ഒരു പ്രോസസ് ആണ്. അതായത് സിംഗിൾ സെൽ ട്രാൻസ്ക്രിപ്റ്റോമിക്സ് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് ഒരു ഇൻഡിവിജ്വൽ സെൽ ലെവലിൽ ജീനിന്റെ ആക്ടിവിറ്റി ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് ഒരു സ്പെസിഫിക് റൂട്ട് സെല്ല് അണ്ടർ റൂട്ട് കണ്ടീഷനിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു റൂട്ട് സെല്ല്, ആ സെല്ലിന്റെ ഉള്ളിലുള്ള ആക്ടിവിറ്റീസ്, സ്പെസിഫിക് ആയിട്ടുള്ള സ്ട്രെസ് റെസ്പോൺസ് മാപ്പ് ചെയ്യാൻ ഈ ഒരു സിംഗിൾ സെൽ ട്രാൻസ്ക്രിപ്റ്റോം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തേതാണ് സ്പേഷ്യൽ ട്രാൻസ്ക്രിപ്റ്റോം എന്ന് പറയുന്നത്. അതായത് എങ്ങനെയാണ് ഒരു ടിഷ്യൂസിന്റെ ഉള്ളിൽ ജീൻസ് ആക്റ്റീവ് ആകുന്നത് എവിടെയാണ് എന്ന് കണ്ടുപിടിക്കാൻ. അതായത് ഇപ്പൊ ഒരു ലീഫിന്റെ ഉള്ളിലാണെങ്കിൽ ലീഫിന്റെ ഉള്ളിൽ സ്ട്രെസ് റെസ്പോൺസീവ് ആയിട്ടുള്ള ജീന് എവിടെയാണ് ഉള്ളത് എന്ന് കണ്ടുപിടിക്കാൻ. ഓക്കെ, വെൻ ആൻഡ് വേർ ജീൻ ആക്ട്, ഒരു റിയൽ ടൈമിൽ എവിടെയാണ് എപ്പോഴാണ് ജീൻ ആക്ട് ചെയ്യുന്നത് സ്ട്രെസ്സിന്റെ ടൈമിന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ട്രാൻസ്ക്രിപ്റ്റോമിക്സ് യൂസ് ചെയ്യുന്നത്. ദെൻ പ്രോട്ടിയോമിക്സിന്റെ ഇന്നോവേഷൻ എന്ന് പറയുന്നത് പ്രോട്ടീൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് അല്ലെ. അതിൽ ഒന്നാമത്തേതാണ് ക്വാണ്ടിറ്റേറ്റീവ് പ്രോട്ടിയോമിക്സ് എന്ന് പറയുന്നത്. അതായത് സ്ട്രെസ്സിന്റെ കണ്ടീഷന്റെ സമയത്ത് പ്രോട്ടീൻസിലുള്ള ചേഞ്ചസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അതായത് ഹീറ്റ് ഷോക്ക് പ്രോട്ടീൻസ് ക്രോപ്പിൽ അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ഹീറ്റ് ഷോക്ക് പ്രോട്ടീൻസ് ഹീറ്റ് ഇൻഡ്യൂസ് ചെയ്തിട്ടുള്ള ഹീറ്റ് ഷോക്ക് പ്രോട്ടീൻസിന്റെ മാറ്റങ്ങൾ മനസ്സിലാക്കാൻ. രണ്ടാമത്തേതാണ് പോസ്റ്റ് ട്രാൻസ്ലേഷണൽ മോഡിഫിക്കേഷൻ. അതായത് ട്രാൻസ്ലേഷൻ കഴിഞ്ഞ ഒരു ഫോസ്ഫോറൈലേഷൻ കൺട്രോളിംഗ് ആക്ടിവേഷൻ ഓഫ് പ്രോട്ടീൻസ് DREB2A എന്ന് പറയുന്ന പ്രോട്ടീൻസിനെ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത് എന്നൊക്കെ മനസ്സിലാക്കാനും യൂസ് ചെയ്യുന്നുണ്ട്. Then next ആണ് മെഡിക്കൽ ആൻഡ് ബയോടെക് ബ്രേക്ക് ത്രൂ എന്ന് പറയുമ്പോൾ ഒന്നാമത്തത് mRNA തെറാപ്യൂട്ടിക് ആണ്. mRNA തെറാപ്യൂട്ടിക്സ് എന്ന് പറയുമ്പോൾ ബിൽറ്റ് ഓൺ സക്സസ് ഓഫ് COVID-19 വാക്സിൻ നൗ യൂസ്ഡ് ഫോർ ക്യാൻസർ ആൻഡ് റെയർ ഡിസീസ് ആണ്. അതായത് COVID-19 വാക്സിനേഷന്റെ സമയത്താണ് ഈ ഒരു mRNA തെറാപ്യൂട്ടിക്സ് കണ്ടുപിടിച്ചത്. ഇപ്പോൾ ക്യാൻസറും മറ്റു റെയർ ഡിസീസ് ട്രീറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ആണ് ജീൻ തെറാപ്പി എന്ന് പറയുന്നത്. ജീൻ തെറാപ്പി എന്ന് പറയുന്നത് പ്രിസൈസ് കറക്ഷൻ ഓഫ് ജനറ്റിക് ഡിസോർഡേഴ്സ്, CRISPR യൂസ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ പഠിച്ചതാണ് അല്ലെ. സിക്കിൾ സെൽ അനീമിയന്റെ ട്രീറ്റ്മെന്റിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ചില പേഴ്സണലൈസ്ഡ് മെഡിസിൻസ് ആണ്, ചില ഇൻഡിവിജ്വൽ ജീനോംസിൽ ഉണ്ടാകുന്ന ട്രീറ്റ്മെന്റിനൊക്കെ വേണ്ടിയിട്ട് ഒരു ടാർഗറ്റഡ് ഒരു ഫാസ്റ്റർ ആയിട്ടുള്ള എഫിഷ്യന്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് മെയിൻ ആയിട്ട് റീസെന്റ് ഡെവലപ്മെന്റ്. ഞാൻ കൂടുതലും പ്ലാന്റിന്റെ ഇംപ്രൂവ്മെന്റ്, ക്രോപ്പ് ഇംപ്രൂവ്മെന്റും റിലേറ്റ് ചെയ്തിട്ടാണ് പഠിച്ചിട്ടുള്ളത്. അതുകൂടാതെ GMO ക്രോപ്സിനെ കുറിച്ചും ബയോടെക്നോളജിയിൽ വന്ന മറ്റു മാറ്റങ്ങളെ കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. അപ്പം ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ക്ലാസ് ഹെൽപ്ഫുൾ ആയെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ആ ഒരു കമന്റ് ബോക്സിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പം സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.